നമസ്കാരം. നമുക്കൊരു ദൃശ്യം കണ്ടിട്ട് മടങ്ങി വരാം. എല്ലാ ഇൻഡിഫാദ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത് പലസ്തീനിലാണ്. പലസ്തീനിലൊരു ഫണ്ടമെൻ്റൽ ഒരു വർഗീയ സംഘടനയാണ് ഈ എല്ലാ ഇൻഡിഫാദ. യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത്. ഒരു ഫ്രീ പാലസ്തീൻ, ജൂസ് ഇല്ലാത്ത ഒരു ഫ്രീ പാലസ്തീൻ, ഇസ്രായേൽ ഇല്ലാത്ത ഒരു പാലസ്തീൻ്റെ രൂപഘടന നൽകുക, അല്ലെങ്കിൽ അതിന് രൂപം നൽകുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നത്. പിന്നീട് ഇൻഡിഫാദ 2 ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള ഒരു വർഗീയ സംഘടനകളും പലസ്തീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപം നൽകുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന ഹമാസ്, അതിനുശേഷം ഖുദ്സ് ഫോഴ്സ്, പാലസ്തീൻ ഇസ്ലാമിക് ഫോഴ്സ്, ഇങ്ങനെ പല സംഘടനകളും പാലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായി. ഇപ്പോൾ ഇത് കടന്നു കയറിയിരിക്കുന്നത് യൂറോപ്പിലാണ് എന്നുള്ളതാണ്. ജർമ്മനിയിലെ ഒരു രംഗമാണ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടത്. എല്ലാ ഇൻഡിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് നിരത്തുകളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. അത് യൂറോപ്പിനെ മുഴുവൻ വിഴുങ്ങുവാൻ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഈ വാർത്തകളെ നമുക്ക് കാണേണ്ടത്. അത് ജർമ്മനിയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് 30,000 പേര് മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കടന്നു കയറിയത്. സ്പെയിൻ ഇതിനെ തടയാനായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു മാർഗവുമില്ല, സംവിധാനങ്ങളില്ല. ഇതിനോടകം തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും ഈ രീതിയിലുള്ള മൈഗ്രൻസുകളാൽ, അഭയാർത്ഥികളാൽ അവർ തളയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അവരെല്ലാം ഭരിക്കുന്നത് ഈ രീതിയിലുള്ള റെഫ്യൂജികളാണ് എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. സ്പെയിനിൽ 30,000 പേര് കഴിഞ്ഞ ദിവസം കയറിയെങ്കിൽ 40,000 പേര് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു കയറി എന്നതാണ്. കടൽ നീന്തി കടന്നും പല രീതിയിലും മൊറോക്കൻസും മറ്റ് പല ഭാഗങ്ങളിൽ നിന്നേക്കും സ്പെയിനിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ്റെ പ്രധാനമന്ത്രിയായ പെഡ്രോ സാഞ്ചസിന് യാതൊരു രീതിയിലും ഇതിനെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നതാണ്. ഒരു ലെഫ്റ്റിസ്റ്റാണ് അദ്ദേഹം. പക്ഷെ കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ ഒരു റെഫ്യൂജികൾ സ്പെയിനിലേക്കും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു കയറി ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണത്തെ അവർ അട്ടിമറിക്കുകയും അവിടെ അവരുടെ ജനസംഖ്യാ വർധനവ് ഉണ്ടാക്കുകയും അവർ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണത്തിന് തടയിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് ഇവരുടെ ഒരു രീതിയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് നമ്മൾ UK ഗ്രൂമിംഗ് ഗ്യാങ്സിനെ കുറിച്ച് അറിഞ്ഞത്. 1.5 ലക്ഷത്തോളം പേരാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്സിൽ പെട്ടുകൊണ്ട് ഈ രീതിയിൽ അവരുടേതായ ഈ ഗൂഢാലോചനയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് പല രീതിയിൽ പല പ്രശ്നങ്ങളും UK കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായത്. ഇങ്ങനെ രാജ്യാന്തര തലത്തിൽ ഇത്തരത്തിലുള്ളൊരു മൈഗ്രേഷൻസ്, ഇത്തരത്തിലുള്ളൊരു റെഫ്യൂജി അറ്റാക്ക് ഒരു കാരണവശാലും യൂറോപ്പിന് അതിജീവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള മതേതരത്വ ചിന്തകളും മതേതരത്വ ബോധവും വേണം. പക്ഷേ അതിനപ്പുറം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അത് ഒരു വലിയ ചോദ്യചിഹ്നത്തിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യത്തിനെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. അതിനെ തുറന്നെതിർക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. സ്പെയിനിൽ ഒരു ആഭ്യന്തര കലാപത്തിനുള്ള എല്ലാ സാധ്യതകളും ഇതോടുകൂടി കളമൊരുങ്ങിയിരിക്കുകയാണ്. ഇത് നേരത്തെ തന്നെ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കന്മാർ ഇത് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു രീതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ ഇതിനൊരു തടയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും വിഴുങ്ങും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നാറ്റോയും ട്രംപുമായുള്ള ഇപ്പോഴത്തെ ഒരു അകലം വളരെ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ അഭിപ്രായത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ട്രംപ് അതിനൊരു കാരണക്കാരനായി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഇറാനിലെ ഈ യുദ്ധത്തിന് ഒരു പരിധിവരെ ഈ രീതിയിൽ സ്ഥിതിഗതികളെല്ലാം വഷളാക്കുന്നതിന് ട്രംപ് തന്നെയാണ് കാരണക്കാരനായിട്ടുള്ളത്. ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനെക്കുറിച്ചും ആർക്കും യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. ലോകത്തിൽ യുദ്ധം ആരംഭിക്കുവാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ മുൻകാല ചെയ്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ രീതിയിൽ തന്നെയാണ്, അതേ ഫോൾഡിൽ തന്നെയാണ് ട്രംപും നേരിട്ട് അങ്ങോട്ട് ചെന്ന് പെട്ടത്. ട്രംപ് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള പല നീക്കങ്ങളും നടത്തുകയുണ്ടായി. അത് അമേരിക്കയിൽ മാത്രമല്ല, അത് ഇറാനിൽ മാത്രമല്ല, വെനസ്വേല കേന്ദ്രീകരിച്ചും ഗ്രീൻലാൻഡിൻ്റെ ഭാഗത്തും ഒക്കെ ട്രംപ് നടത്തിയ പല നീക്കങ്ങളുടെയൊക്കെ തിക്തഫലം യൂറോപ്പ് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അകലം പാലിച്ചത്. പക്ഷേ ട്രംപിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും ഇതേ രീതിയിൽ തള്ളിക്കളയാൻ കഴിയുകയില്ല. ട്രംപ് ഈ പറഞ്ഞ എല്ലാ ഇൻഡിഫാദ പോലുള്ള മൂവ്മെൻറ്റുകളോടെ ശക്തമാകും എന്ന തരത്തിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, റെഫ്യൂജി ക്രൈസിസ്, ഇത്തരത്തിൽ അവിടേക്ക് കയറി വരുന്ന അഭയാർത്ഥികളുടെ ഒരു ക്രൈസിസ് കാരണം, ഒരു പ്രശ്നം കാരണം യൂറോപ്പിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുമാത്രമല്ല, ഭീകരവാദികൾ ഇതിനകത്തേക്ക് കയറിപ്പെട്ടതിന് ശേഷം അവരുടെ ഒരു സർക്കിൾ ഇതിനകത്തേക്ക് ഐസിസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളാണ് ഈ എല്ലാ ഇൻഡിഫാദ മൂവ്മെൻറ്റിനകത്ത് ഇപ്പോഴുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ വളരെ ശക്തവും ജാഗ്രതയോടുകൂടിയുമാണ് വിഷയങ്ങളെ സമീപിക്കുന്നതും എങ്ങനെയും അത് യൂറോപ്പിനെ കീഴടക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചില്ലെങ്കിൽ, ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചില്ലെങ്കിൽ തീർച്ചയായും യൂറോപ്പിന് ഇനി വരാനിരിക്കുന്നത് വലിയ കഷ്ടകാലങ്ങൾ ആയിരിക്കും. അവിടുത്തെ ജനതയ്ക്ക് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയെത്തും. ഇൻഫ്ലേഷൻ, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ തുടങ്ങി പല പ്രശ്നങ്ങളും യൂറോപ്പിനെ കടന്നു പിടിക്കുവാനും പടർന്നു പിടിക്കുവാനുമുള്ള
എല്ലാ സാധ്യതകളുമുണ്ട്. തുർക്കി പോലും ഈ വിഷയത്തെ വളരെ ശക്തമായി തുർക്കിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് എന്ന് തോന്നുന്നു 295 കിലോമീറ്ററുകളോളം ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ തുർക്കി അടച്ചിരിക്കുകയാണ്. അതിൽ തന്നെ 70 കിലോമീറ്റർ ദൈർഘ്യത്തിൻ്റെ ഉള്ള പ്രദേശത്തേക്ക് തുർക്കി വളരെ വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ആ ബോർഡർ അടച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തുർക്കി പോലും ആ രീതിയിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് തുർക്കി കൂടിയാണ് എന്ന് നമുക്ക് ആലോചിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി തുർക്കി പോലും എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പ് ഒരു ലിബറൽ രീതിയിൽ വിഷയങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഒരു വലിയ വില തന്നെ അവർ കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.